2 മണിക്കൂർ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തു. എത്ര രൂപയാവും? 5.5 ലക്ഷം ഒക്കെ ആവോ? ആലോചിക്കാൻ പറ്റുമോ അങ്ങനെ? തിയേറ്ററുകളിലും മാളുകളിലും പാർക്കിങ്ങിന് വേണ്ടി നിങ്ങളിൽ നിന്നും പൈസ ഈടാക്കുന്നത് നിയമപരമാണോ? കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് പ്രകാരം എല്ലാ മാളുകളിലും തിയേറ്ററുകളിലും മാൻഡേറ്ററി ആയി തന്നെ പാർക്കിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ പാർക്കിംഗ് സ്പേസ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്നും പാർക്കിങ്ങിനായി ചാർജ് ഈടാക്കണോ വേണ്ടോ എന്നുള്ളത് ഓണേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. എന്നാൽ ഈ മാൻഡേറ്ററി പാർക്കിംഗ് സ്പേസിൽ നിന്നും ചാർജ് ഈടാക്കുന്നതിന് വേണ്ടി തന്നെ ബിൽഡിംഗ് ഓണേഴ്സിന് കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 447 പ്രകാരം ലൈസൻസ് എടുക്കേണ്ടതാണ്. എന്നാൽ ഇപ്രകാരം ലൈസൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആ പർട്ടിക്കുലർ സ്പേസിൽ പാർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് മാത്രമേ ചാർജ് ഈടാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മാൻഡേറ്ററി സ്പേസ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് എല്ലാ ബിൽഡിങ്ങുകളുടെയും ബേസ്മെന്റിലാണ്. ഇനി നമ്മുടെ ലുലു മോളിലൊക്കെ കണ്ടുവരുന്നത് പോലെ ഒരു സെപ്പറേറ്റ് പാർക്കിംഗ് സ്പേസ് ആണെങ്കിൽ അവിടെ വാഹനം പാർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിന് വേണ്ടി സെക്ഷൻ 475 ഓഫ് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ഒരു സെപ്പറേറ്റ് ലൈസൻസ് തന്നെ എടുക്കേണ്ടതാണ്. അപ്രകാരം ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ലുലു മോളിനെതിരെ കൊടുത്ത കേസിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ലുലു മോളിന് പാർക്കിംഗ് ഫീ ഈടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ വിധി ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം, ഇതുപോലുള്ള മോളുകൾ ലൈസൻസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന്. അതിനുവേണ്ടി നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഇനി ഈ മോളുകൾക്ക് ലൈസൻസ് ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇവർക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫോളോ ലീഗൽ ഫ്രണ്ട് അമിതാഭ്.